ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടുനിന്ന പൈങ്കുനി ഉത്സവത്തിന് കൊടിയിറങ്ങി. ഈ മാസം 1 ആരംഭിച്ച ഉത്സവം 11 ആറാട്ടോടെയാണ് സമാപിച്ചത്. ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവങ്ങളിൽ ആദ്യത്തേതാണ് പൈങ്കുനി ഉത്സവം. മലയാളം കലണ്ടർ അനുസരിച്ച് മീനമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറ്റോടുകൂടി തുടങ്ങി 10ാം ദിവസം അത്തം നാളിൽ സമാപിക്കുന്നതാണ് പൈങ്കുനി ഉത്സവം. സാഹസിക കായിക ടൂറിസത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ വർക്കലയിൽ നടന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഓപ്പൺ, ഇന്റർനാഷണൽ ഓപ്പൺ എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടന്നു. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി 60 അത്ലറ്റുകൾ സർഫിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ആജീവനാന്ത പഠന സ്ഥാപനമായ സ്കോൾ കേരള കൗമാരക്കാർക്കായി ഉല്ലാസം വേനലവധി ക്യാമ്പ് പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. മന്ത്രി V ശിവൻകുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. VK പ്രശാന്ത് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ജിനേഷ് കുമാർ എരമം നയിച്ച സർഗാത്മക നാടക പരിശീലനം നടന്നു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാതല മാലിന്യമുക്ത പ്രഖ്യാപനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. മാലിന്യ പരിപാലന രംഗത്ത് ജില്ലയിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ മന്ത്രി വിതരണം ചെയ്തു. മികച്ച ഗ്രാമപഞ്ചായത്തായി ഒറ്റൂരിനെയും മികച്ച 2ാമത്തെ ഗ്രാമപഞ്ചായത്തായി മണമ്പൂരിനെയും തിരഞ്ഞെടുത്തു. ആറ്റിങ്ങലാണ് മികച്ച മുനിസിപ്പാലിറ്റി. മികച്ച 2ാമത്തെ മുനിസിപ്പാലിറ്റിയായി വർക്കലയെ തിരഞ്ഞെടുത്തു. വർക്കലയാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ സ്നേഹതീരം ബഡ് സ്കൂളിനെ മികച്ച സ്ഥാപനമായി തിരഞ്ഞെടുത്തു. തിരുവനന്തപുരം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സമഗ്ര ലൈംഗികതാ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പ്രോജക്റ്റ് X 3ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളക്ട്രേറ്റിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തി. 3 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ പ്രമുഖർ ക്ലാസ് എടുത്തു. ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 180 LP UP സ്കൂളിലെ പ്രധാന അധ്യാപകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വേനലവധിക്കാലം ആഹ്ലാദകരമായ അനുഭവമാക്കുന്നതിന് തൈക്കാട് മോഡൽ GLP സ്കൂൾ അങ്കണത്തിൽ കിളിക്കൂട്ടം അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. കുട്ടികൾക്ക് ശാരീരിക മാനസിക ഉല്ലാസത്തിനും സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും ക്യാമ്പ് വേദിയൊരുക്കും. സ്നേഹ സൗഹൃദ ബാല്യം എന്ന സന്ദേശവുമായി നടക്കുന്ന ക്യാമ്പ് മെയ് 25 സമാപിക്കും. ലോക ഓട്ടിസം അവബോധ ദിനാചരണത്തിന്റെ ഭാഗമായി ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ ബീഥോവൻ ബംഗ്ലാവിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഗാനം ആലപിച്ചുകൊണ്ട് കലാവിസ്മയങ്ങൾക്ക് തുടക്കമിട്ടു. ദിനാചരണത്തിന്റെ ഭാഗമായി സെന്ററിൽ ആരംഭിച്ച ഓട്ടിസം കുട്ടികളുടെ ബാൻഡിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം കളക്ട്രേറ്റിൽ ചേർന്നു. എലിപ്പനി, ചെള്ളുപനി, ഡെങ്കിപ്പനി തുടങ്ങിയവ പ്രതിരോധിക്കാൻ വിവിധ വകുപ്പുകൾ നടപ്പിലാക്കേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ജില്ലാ ഡിസീസ് സർവേലൻസ് കമ്മിറ്റി നടത്തിയ യോഗത്തിൽ ചർച്ച ചെയ്തു. വിദ്യാലയങ്ങളും പരിസരങ്ങളും കൊതുക് മുക്തമാക്കുക, സ്കൂളുകളിലും വീടുകളിലും ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക, ഓടകളുടെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി ലഹരിക്കെതിരെ നടത്തുന്ന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ക്യാമ്പയിനുമായി LBS ഇൻസ്റ്റിറ്റ്യൂട്ടിലെ NSS വോളണ്ടിയർമാർ. ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ യൂണിറ്റ് തല ഉദ്ഘാടനം IB സതീഷ് MLA നിർവഹിച്ചു. കരകുളം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച് മന്ത്രി GR അനിൽ. ഗ്രാമപഞ്ചായത്തിലെ 100% വീടുകളിലും സ്ഥാപനങ്ങളിലും അജൈവ മാലിന്യ ശേഖരണത്തിന് ഹരിതകർമ്മസേനയുടെ സേവനം ഉറപ്പാക്കിയും എല്ലാ പൊതു ഇടങ്ങളിലും കുന്നുകൂടിയിരുന്ന മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്തുമാണ് കരകുളം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനത്തിന് ഒരുങ്ങിയത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.